ഹലോ മീഡിയാസിലേക്ക് സ്വാഗതം. ആട് 3യുടെ ബഡ്ജറ്റ് എത്ര? ഓരോ മലയാളിയും ഇന്ന് ഉറ്റുനോക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് എന്നുള്ളത് ആട് 3 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിരുന്നതാണ്. അതായത് ജയസൂര്യ സിനിമകളിലെ സെക്കൻഡ് ഹയസ്റ്റ് ബഡ്ജറ്റ് എന്നുള്ളതാണ് നേരത്തെ തന്നെ കേട്ടിരുന്നത്. അത് നമുക്കറിയാം. കത്തനാർ എന്ന സിനിമയാണ് ജയസൂര്യയെ വെച്ച് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ചിത്രം. അങ്ങനെ നോക്കുമ്പോൾ ആട് 3 എന്ന ചിത്രം ഗ്യാരണ്ടി ചിത്രമാണ്. ഇതിനകത്തിൽ ജയസൂര്യ അല്ല നായകൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചില സിനിമകൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. CBIയിൽ മമ്മൂട്ടിയല്ല, അതിനകത്തിൽ എപ്പോഴും സേതുരാമയ്യരാണ്. ദൃശ്യത്തിൽ ജോർജ് കുട്ടിയാണ്, മോഹൻലാൽ അല്ല. അതുപോലെ ആടിൽ പാപ്പനാണ് ഹീറോ എന്നുള്ളത്. അങ്ങനെ പാപ്പൻ പുതിയ സൂപ്പർ താരം എന്നല്ല, പഴയ സൂപ്പർ താരം തടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ബഡ്ജറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഇതുവരെ വന്നിരിക്കുന്ന ഗ്രോസ്, അതായത് ഈ 5 ദിവസം കൊണ്ട് വന്നിരിക്കുന്ന ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഏകദേശം 95-100 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ 87 കോടി 4 ദിവസം കൊണ്ട് കിട്ടിയെന്നുള്ളത് പുറത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 5-ാം ദിവസം നടക്കുന്ന ഈ ഒരു ഇതിനകത്തിൽ ഏതാണ് എന്നുള്ളത് പ്രേക്ഷകന് ഊഹിച്ചോണം. കാരണം ഇന്ന് 1 മണിക്കൂറിന് മുമ്പാണ് ആ ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിമുഖം അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതായത് എങ്ങനെ വന്നാലും 65-70 കോടിക്ക് ഇടയിൽ, അല്ലെങ്കിൽ 65-75 കോടിക്ക് ഇടയിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി പുറത്ത് അദ്ദേഹം തന്നെ വിട്ടിരിക്കുന്നത്. അതായത് ഇതുവരെ ഗ്രോസ് കളക്ഷൻ്റെ 70-75% ഇതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 70-85 കോടിക്കിടയിലായിരിക്കാം. കാരണം വമ്പൻ ക്യാൻവാസിൽ വലിയ രീതിയിലുള്ള താരങ്ങളെ അണിയറയിൽ നിരത്തിക്കൊണ്ട്, അതുമാത്രമല്ല ഒരുപാട് നാൾ ഷൂട്ടുകളും അതേപോലെ ക്വാളിറ്റി മേക്കിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സാധാരണ പലപ്പോഴും പല സിനിമകളുടെയും ബഡ്ജറ്റ് ഇവിടെ കാണിച്ച് വമ്പനാണെന്ന് കാണിക്കുകയും നമ്മൾ ആ പടം കാണുമ്പോൾ, അതായത് എടുത്തു പറയേണ്ടത് എമ്പുരാൻ പോലെയുള്ള സിനിമകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ കുറേ തള്ളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കളക്ഷൻ ആണെങ്കിലും എന്തിന് ബഡ്ജറ്റ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ചില സിനിമകൾ എടുത്തു പറയേണ്ട കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള ചിത്രത്തിന് 25 കോടിയൊക്കെ ബഡ്ജറ്റ് പറയുന്നുണ്ടെങ്കിൽ 10 കോടിക്ക് താഴെ നിൽക്കാവുന്ന ആ ഒരു ചിത്രത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ഇത് അങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇത് 65-70 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പ്രേക്ഷകന് തോന്നുന്ന തരത്തിലുള്ള ചിത്രവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ഷനും നമുക്ക് കൂടുതൽ വിശ്വസനീയമായി തന്നെ തോന്നുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നോടെ സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. ബഡ്ജറ്റ് എത്രയെന്നുള്ളതല്ല, പ്രേക്ഷകർ എത്ര ഇഷ്ടപ്പെടുന്നു, അതുപോലെ എത്ര കളക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. കാശ് പൊട്ടിക്കുന്നത് നിർമ്മാതാവിൻ്റെ ആവശ്യമാണ്. അത് എത്ര വേണേലും പൊട്ടിച്ചോട്ടെ. പക്ഷേ ആളുകൾ കാണുമ്പോൾ മാത്രമാണ് ബോക്സ് ഓഫീസിലേക്ക് കളക്ഷൻ വരുന്നത് എന്നുള്ള കാര്യവും. എന്താണെങ്കിലും ആട് 3 വമ്പൻ സക്സസ്സായി 100 കോടി ഇന്നത്തോടെ മുത്തമിടും. വരുന്ന ദിവസങ്ങളിൽ സിനിമ 200-250 കോടിയിൽ നടന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ആട് 3 എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മൂവിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ല ലെവലിലുള്ള കോമഡി മൂവി, അതായത് ഭയങ്കര കോമഡി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് മലയാള സിനിമയിൽ ഇറങ്ങുന്നതിനകത്തിൽ കോമഡി എന്ന് പറഞ്ഞു വരുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിലുമൊക്കെ ഭേദപ്പെട്ട വലിയ രീതിയിൽ നല്ലതെന്ന് പറയിക്കാവുന്ന കോമഡി എലിമെൻസോടെ ഉള്ള ചിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലെ നായകന്മാർ, അതായത് സർബത്ത്, ഷമീറും ഡൂഡും ഒക്കെയാണ് അഴിഞ്ഞാട്ടം നടത്തുന്നത്. എന്താണെങ്കിലും അതിഗംഭീരമായിരിക്കുന്നു. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള റെസ്പോൺസാണ്. വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.